ഈ കല്ലുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചമുണ്ട്, പ്രപഞ്ചം ഉള്ളതാണ്. നമ്മുടെ അകത്തുള്ളതല്ല, പുറത്തുള്ളതാണോ? നമ്മുടെ അകത്തുള്ളതാ? ഇത് നമ്മൾ അകവും പുറവൊന്നും ഇല്ല. തൻ്റെ അകം എന്ന് പറയുന്നത് എൻ്റെ പുറത്താണ്. അല്ലെ, നേരത്തെ പറഞ്ഞില്ലേ, ഭൂമി മേളിലാണ്, താഴെയാണ് എന്നൊക്കെ നമ്മൾ. അല്ല, ഈ ഞാൻ ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ സംഭവം ഉണ്ടോന്ന് തന്നെ എനിക്ക് സംശയം. അതൊക്കെ തന്നെ ഇയാൾ കേൾക്കുന്നോ കാണുന്നോ എന്നൊക്കെ പറയുന്ന ഈ ചോദ്യമൊക്കെ വരുന്നത് തനിക്കൊരു അകമുണ്ട് എന്ന് വിചാരിക്കുന്നത് ഇവിടെ പഠിപ്പിച്ചു തന്നതാ. തൻ്റെ അകം എന്ന് പറഞ്ഞത് എൻ്റെ പുറത്താണെന്ന് അറിയണം. അപ്പൊ എൻ്റെ അകം എന്ന് പറഞ്ഞാൽ തൻ്റെ പുറത്താണെന്ന് അറിയണം. അതുകൊണ്ട് റിലേറ്റീവ് ആയിട്ട് നമ്മൾ പറയുന്ന വാക്കെന്നുള്ള അല്ലാതെ ഇവിടെ ജീവിക്കണമെങ്കിൽ ഒന്നും ഈ പ്രപഞ്ചത്തിനില്ല. ഇവിടെ ജീവിക്കണമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണമല്ല, അങ്ങനെ മനസ്സിലാക്കിയാണ് നമ്മൾ ലോകത്ത് ഇപ്പൊ ജീവിച്ചത്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കല്ലിനെ രൂപമാറ്റം വരുത്തി നമുക്ക് അനുകൂലമാക്കി മാറ്റിയതിനെയാണ് നമ്മൾ കല്ലുളി എന്ന് വിളിച്ചത്. കല്ലുളി നമ്മൾ ഉണ്ടാക്കിയതല്ല, കല്ലിന് രൂപമാറ്റം വരുത്തിയതാണ്. അവിടെ എന്താണ് നമ്മൾ ചേർത്തത്? നമ്മുടെ കൗശലം, നമ്മുടെ ആന്തരികമായ സങ്കല്പം, അത് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ആ ചേർക്കുന്ന സാധനം മാത്രമാണ് അതിനെ ഉണ്ടാക്കി എന്ന് വിളിക്കുന്നത്. പക്ഷെ സത്യത്തിൽ അതിനകത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു സാധനവും കൂടുതലില്ല. വേണ്ടാത്തത്, പണ്ട് ഇങ്ങനെ പറയത്തില്ല, ഒരു കല്ലിനകത്ത് വേണ്ടാത്തത് എടുത്ത് കളഞ്ഞപ്പോൾ ഒരു നല്ല ശില്പം ഉണ്ടായി എന്ന് പറയുന്നത്. അല്ലാതെ ശില്പി ആകെ ചെയ്തതെന്ന് പറഞ്ഞാൽ വേണ്ടാത്തത് തട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ കല്ല് ആ ശില്പം അയാൾ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി എടുക്കണം. ലോകത്ത് നമ്മൾ ഉണ്ടാക്കുന്നില്ല, രൂപമാറ്റം വരുത്തുന്നതാണ്. രൂപമാറ്റം എന്തിനാണ് വരുത്തുന്നത്? നമുക്ക് അനുകൂലമായി അത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള നമ്മുടെ അറിവ് ഓരോ ഇച്ചിരിച്ച ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വന്നാണ് ഇന്ന് നമ്മൾ ഇതിങ്ങനെ സങ്കല്പിക്കാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ കണ്ടാൽ ഇവിടെ നമുക്ക് ഇത്രയും ഒരു 4 നിലയുള്ള കെട്ടിടം ഉണ്ടാക്കാമെന്ന് ഇന്ന് സങ്കല്പിക്കാൻ പറ്റുന്ന അത്രയും വന്നത് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് വർഷം എടുത്താണ് ഈ അടുക്കി ഉണ്ടാക്കിയ അറിവാണ്. അപ്പം ഈ ഒരാൾ ഇത് ഉണ്ടാക്കിയത് ആര് എന്ന് ചോദിക്കുന്നത് അയാളുടെ കൗശലം അതിലേക്ക് ഇട്ട് അനുകൂലമാക്കി മാറ്റി എന്ന് പറയുന്നതാണ്. ഒരു കമ്പ് കുന്തമാക്കി മാറ്റി, ഒരു വടി അടിക്കാൻ പരുവത്തിൽ പിടിക്കാൻ പരുവത്തിലാക്കി മാറ്റിയത്, ഒരു കല്ലുള്ളിയാക്കി മാറ്റിയത്, പിടിയുള്ളതാക്കി മാറ്റിയത്, ഇങ്ങനെ മാറി വന്നാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പം ഈ അറിവ്, പണ്ട് ജീവികൾക്ക് മുഴുവൻ അറിവ് വന്നിരുന്നത് ജനിതകമായിട്ടാണ്. ഒരു ആമ മുട്ടയിടത്തേ ഉള്ളൂ, മുട്ടയിട്ടിട്ട് അതങ്ങ് പോവും. ആ മുട്ടയ്ക്കകത്ത് സൂര്യപ്രകാശത്തിൻ്റെ ചൂടടിച്ചിട്ടാണ്, മണൽ പഴുത്താണ് ഈ ആണും പെണ്ണും ആയത് ഉണ്ടാകുന്നത്. കൂടുതൽ ചൂടടിച്ചാൽ ആണോ അല്ലെങ്കിൽ പെണ്ണോ ആയി മാറും. അങ്ങനെയാണ് ലൈംഗികമായ കാര്യം പോലും നിർണയിച്ചത് സൂര്യപ്രകാശത്തിൻ്റെ ചൂട് മാത്രമാണ്. എന്നിട്ട് മുട്ടയെന്ന് പുറത്തിറങ്ങിയാൽ ഒരു കിളി പറന്നു വരുന്ന കാണുമ്പോൾ ഇത് ഓടും. ആ അറിവ്, ഇത് കിളി വരുന്നത് അതിനെ പിടിക്കാനാണെന്നാണ് അറിവ് എവിടെ നിന്ന് വരുന്നത്? അതിനെയാണ് ജനിതകം. അപ്പം ജനിതകമായ അറിവ് കൊണ്ട് ഇത് ഓടിപ്പോയി വെള്ളത്തിലിറങ്ങി നീന്തി 100-500 മൈൽ ദൂരെ നിന്നായിരിക്കും ഈ അമ്മ വന്ന് മുട്ടയിട്ടിരിക്കുന്നത്. അവിടെ വരെ തിരിച്ചങ്ങോട്ട് നീന്തുകയാണ്. ഈ അറിവെന്ന് പറയുന്നത് മുഴുവൻ ജനിതകമായിട്ടാണ് വരുന്നത്. ഒരു തെങ്ങേന്നൊരു തേങ്ങ തറയിലോട്ട് വീണ് വെള്ളത്തിൽ വീണ് ഒഴുകി ഒരിടത്ത് പോയി ഇരുന്ന് കിളിക്കുമ്പം അമ്മയും അച്ഛനൊന്നും അവിടെ ഇല്ല. അടുത്ത തെങ്ങാകുക എന്ന് പറയുന്ന മുഴുവൻ അറിവും ഈ തേങ്ങയ്ക്കകത്തുണ്ട്. അതിനാണ് ജനിതകം എന്ന് പറയുന്നത്. പക്ഷേ ഈ ജനിതകമായ ഈ അറിവിനോടൊപ്പം സങ്കല്പം അല്ല, നമ്മളെന്ന് പറയുന്ന ജീവി ഒരു സംഘജീവിയാണ്. ആ സംഘജീവി ആയിരിക്കുന്നതോടൊപ്പം തന്നെ ജീവികളിൽ ആരംഭിച്ചതാണ് ഒരാളുടെ അനുഭവം ജനിതകമായി മാത്രമല്ലാതെ വളർത്തലിലൂടെ കൊടുക്കുക എന്ന് പറയുന്നത്. അത് കിളികളിലൊക്കെയാണ് ആരംഭിച്ചത്. നമ്മളിപ്പോൾ നോക്കിയാൽ മതി, കോഴി കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്ന കാണാം. തള്ളക്കോഴി മാത്രമാണ് അടയിരുന്ന് മുട്ടയിട്ട് വലുതാക്കി എടുത്ത്, എന്നിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇരുന്ന് വളർത്തി എങ്ങനെയാണ് മറ്റേത് വരുന്നത് ഓടി ഒളിക്കണമെന്നും ശബ്ദം ഉണ്ടാക്കിയും അത് കഴിഞ്ഞിട്ട് ചകഞ്ഞ് പുഴുവിനെയൊക്കെ ഈ മണ്ണിനകത്ത് നിന്ന് എടുക്കുന്നത് എല്ലാം പഠിപ്പിച്ച് വരുന്നതിനാണ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. ഇത് ജീവികൾ കണ്ടുപിടിച്ചതാണ്. എന്ന് പറഞ്ഞാൽ കിളികളിലൊക്കെ ആരംഭിച്ച് പരിചരണത്തിനകത്തൂടെ സ്വന്തം അനുഭവം, ജനിതകമായി മാത്രമല്ല സ്വന്തം അവരവരുടെ അനുഭവം കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പണിയും കൂടെ ചെയ്തു. അപ്പം 2 ലെയറിൽ അറിവായി, ജനിതകമായ അറിവായി, പേരൻറ്റിങ്ങിലുള്ള അറിവായി. നമ്മളെപ്പോലെ ജീവിക്ക് എന്താ ഉള്ളത്? സംഘത്തിൻ്റെ അറിവും കൂടെ ഉണ്ട്. നമ്മളൊരു സംഘത്തിലാണ് എപ്പോഴും. അപ്പോൾ ഒരു പേരൻ്റ് അല്ല അവിടെ ഉള്ളത്. മറ്റേ കോഴിക്ക് ഒരു പേരൻ്റേ ഉള്ളൂ. അച്ഛനുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനങ്ങ് അടങ്ങും വരുത്തൊന്നുമില്ല. അച്ഛന് അമ്മയ്ക്ക് ഗർഭം ഉണ്ടാക്കാൻ മാത്രമേ ഉപയോഗമുള്ളൂ. അല്ലാതെ ഈ കുട്ടിയെ വളർത്തുന്നിടത്തൊന്നും ഇല്ല.
അത് കഴിഞ്ഞിട്ട് രണ്ടുപേര് ചേർന്നാൽ കൊള്ളാവുന്ന കിളികളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേര് അമ്മയും അച്ഛനും ഉള്ള കുറേ കിളികളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് പിന്നീടാണ് നമ്മളെപ്പോലുള്ള ജീവികൾ എത്തിയപ്പോഴാണ് വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ ആ വ്യത്യാസം ഉണ്ടായിരിക്കുന്ന സ്ഥലത്തു നിന്ന് വന്ന് നമ്മൾ ഇന്ന് കാണുന്ന നിലവാരത്തിലുള്ള 2 പേര് മാത്രം ചേർന്ന് വളർത്തുന്ന കുട്ടികളെ ഉണ്ടാകുന്ന ജീവികളിലൊക്കെ ആരംഭിച്ചിരിക്കുന്ന പേരൻറ്റിങ്ങിന് ശേഷം സംഘത്തിൻ്റെ പലതരത്തിലുള്ള അഡൽട്ടുകളുള്ള ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരാൾ ഒറ്റയ്ക്കല്ല വരും. നമ്മളൊരു സംഘം, അപ്പോൾ നമ്മളൊരു ഗോത്രം എന്ന് പറയുന്നതിനകത്ത് 10-20 പേര് കാണും. ആ 20 പേരും ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇടപെടും. അപ്പോൾ ഒരാളുടെ അനുഭവം മാത്രമായിട്ട് വരുന്ന പേരൻറ്റിങ് അല്ല പിന്നെ മനുഷ്യ കുഞ്ഞുങ്ങളെ പോലെ അല്ലെങ്കിൽ സംഘജീവികളായിരിക്കുന്ന ജീവികൾക്ക് കിട്ടുന്നത്. പലരുടെ പരിചരണമുണ്ട്. അപ്പോൾ പലതരത്തിലെ അറിവുകൾ ഒന്നിച്ചു ചേരാൻ തുടങ്ങി. ആ ഒന്നിച്ച് ചേരുന്നതിന് ജനിതകമായ അറിവും പേരൻറ്റിങ്ങിനകത്തൂടെ കിട്ടുന്ന അറിവും സംഘത്തിൻ്റെ അറിവ് മാത്രമല്ല നമുക്കുണ്ടായിരുന്നു. നമ്മൾ ഭാഷ കണ്ടുപിടിച്ചവരായിക്കൊണ്ട് മാറി. അപ്പോൾ ഒരാളുടെ അഭാവത്തിൽ അയാളുടെ അറിവ് വരാൻ തുടങ്ങി. കാരണം ഒരാൾ കാണാതെ പഠിച്ച് ഇവിടെ പറയാൻ പറ്റും. അപ്പോൾ സംഘത്തിനകത്ത് ഭാഷയും കൂടെ വന്നപ്പോൾ കാലം മാറ്റിക്കൊണ്ടുവരാൻ കഴിയും. ഈ കാലം മാറ്റി കൊണ്ടുവരുന്നതിനെ മാത്രമല്ല, അത് പിന്നെ എഴുതി വെക്കാനുള്ള ലിപി കൂടെ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ എഴുത്ത് എന്ന് പറഞ്ഞാൽ ക്ലേക്കകത്തോ അല്ലെങ്കിൽ ഒരു തടിക്ക കഷ്ണത്തിലോ ഒക്കെ എഴുതി വെച്ച് ഡിജിറ്റലായി. അപ്പോൾ കാലം എന്ന് പറഞ്ഞാൽ 2000 കൊല്ലം മുമ്പുള്ള സോക്രട്ടീസിൻ്റെ എഴുത്ത് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ കാലത്തിനകത്തൂടെ കടത്തിക്കൊണ്ടുവരുന്ന പോലെ ദേശത്തിനകത്തൂടെ ഇവിടുന്ന് ഇയാൾക്ക് ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനം മറ്റിടത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും, അമേരിക്ക കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. അത് ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. അറിവ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഇത്രയും. അപ്പോൾ ജനിതകമായ അറിവ്, പേരൻറ്റിങ്ങിലൂടെയുള്ള അറിവ്, സംഘത്തിൻ്റെ അറിവ്, ഭാഷയിലൂടെ അറിവ്, എഴുത്ത് ഭാഷയിലൂടെ അറിവ്, ഇത്രയും അറിവ് ഒന്നിച്ച് അക്യുമുലേറ്റ് ചെയ്തപ്പോഴാണ് മനുഷ്യർ മറ്റ് ജീവികളുടെ കൂട്ടല്ല എന്ന് തോന്നിപ്പോയത്. അതുകൊണ്ടാണ് ഇയാളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ നമ്മൾ ഈ കാണുന്ന ആൾക്കൊരങ്ങിൻ്റെ കൂട്ടത്തിലുള്ളതാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാതെ ഈ 4-5 അറിവ് ഒന്നിച്ച് ചേർന്ന് ഉണ്ടായ എക്സ്പ്ലോഷൻ കൊണ്ടാണ് നമ്മൾ ഈ ഇത്രയും വലിയ പെര ഉണ്ടാക്കുന്നവരും ഈ കാണുന്ന ക്യാമറ ഉണ്ടാക്കുന്നവരും ഒക്കെ ആയിട്ട് നമ്മൾ മാറിയത്. മറ്റ് ജീവികൾ ജനിതകമായ അറിവും പേരൻറ്റിങ്ങിൻ്റെ അറിവും മാത്രമേ അവർക്ക് ഇപ്പോഴും ഉള്ളൂ. എന്നാൽ സംഘത്തിൻ്റെ അറിവുള്ള ജീവികളുണ്ട്. ഉറുമ്പിനുണ്ട്, തേനീച്ചയ്ക്കുണ്ട്, ചെതലിനുണ്ട്, ചെന്നായ്ക്കൾക്കുണ്ടോ? ചെന്നായ്ക്ക് സംഘത്തിൻ്റെ അറിവുണ്ട്, സിംഹത്തിനുണ്ട്. പക്ഷേ കടുവായ്ക്കില്ലെന്നറിയണം. കടുവായ ഒറ്റയ്ക്കാ. അപ്പം ഇതുപോലുള്ള വേരിയേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ വന്നില്ലേ, അതൊക്കെ ഇപ്പൊ ഇങ്ങറ്റത്ത് വന്ന കാര്യമാണ്. ഞാനിത് പറയുന്നത് ഇത് എങ്ങനെയാണ് അറിവ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ എമൗണ്ട് സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ മറ്റ് ജീവികളിൽ നിന്നും വളരെ ഭിന്നമായ ഒരു ജീവിയാണ്, നമ്മൾ ജീവിയേ അല്ലെന്ന് തോന്നുന്നിടത്ത് നമ്മൾ എത്തിപ്പോയി. അങ്ങനെ മനുഷ്യൻ വളരെ സ്പെഷ്യലാണെന്ന് തോന്നുന്നത് ഈ അറിവ് അക്യുമുലേറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്ത് അത് ഒന്നിനു പുറകെ ഇത് പലതും സംഭവിച്ചത് കാരണം കൊണ്ട് അത് മുഴുവനും കൂടെ ചേർന്നിട്ടുള്ള ഒരു ജീവിയായിട്ട് നമ്മൾ മാറിയത് കൊണ്ടാണ് നമുക്ക് ഈ മറ്റ് ജീവികളെ പോലല്ല നമ്മൾ വളരെ സ്പെഷ്യലാണെന്ന് തോന്നിപ്പോയത്. അതുകൊണ്ടാണ് ഈ ഉണ്ടാക്കിയതിൽ നിന്ന് ഉണ്ടാക്കിയ ഒരാളെ കണ്ടുപിടിച്ചെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചില്ലേ. ഈ ചോദ്യം വന്നപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ മലന്ന് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ആരോ ചോദിച്ചു ഇത് ആരുടെ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന ചോദ്യം ചോദിച്ചു പോയതോടാണ് തെറ്റി. കാരണം നമ്മൾ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. കുന്തം ഉണ്ടാക്കിയത് രാമനാണ്, ഈ മേശ ഉണ്ടാക്കിയത് അത് ജോസഫാണ്. ഇങ്ങനെയുള്ള പേരുകൾ നമ്മൾ ഇട്ടതോടെ ഉണ്ടാക്കിയതിൽ നിന്നും ഉണ്ടാക്കിയവനെ കണ്ടുപിടിച്ചത് വഴിയാണ് ഈ കാണുന്നത് ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ചു. അത് രൂപാന്തരപ്പെട്ടുകൊണ്ടിരുന്ന നമ്മളും സത്യത്തിൽ ഉണ്ടാക്കുന്നില്ല, നമ്മളും രൂപാന്തരപ്പെടുത്തുന്നേ ഉള്ളൂ. പക്ഷേ അതിന് പകരം ഇത് ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് നമ്മൾ ഇൻവെൻഷൻ ഉണ്ട്, ഡിസ്കവറി ഉണ്ടെന്നൊക്കെ നമ്മൾ ഇതുപോലുള്ള ഉത്തരങ്ങളൊക്കെ അതിന് പ്രപഞ്ച സൃഷ്ടാവാരാന്നൊക്കെ ചോദ്യം ഇത് ഉണ്ടാക്കിയവരിൽ നിന്ന് ഉണ്ടാക്കിയവനെ കണ്ടുപിടിച്ച്. കുന്തം ഉണ്ടാക്കിയവനുണ്ടല്ലോ, പക്ഷെ കുന്തം എന്ന് പറയുന്നതിന് ആ വടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇരുമ്പ് കഷ്ണം എടുത്തിട്ട് നമ്മളത് രൂപമാറ്റം വരുത്തുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നില്ല.